എനിക്കറിയാം മോനെ, കപ്പലിലുള്ള ഈ കള്ളനെ കണ്ടുപിടിക്കും വരെ നീ എന്റെ കൂടെ തന്നെ വേണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഷുവർ ചേട്ടായി, എന്തിന് ഞാൻ ചേട്ടായുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തു പോകുന്നു. ഒരാളെ കണ്ടിട്ട് ഉടനെ വരാം. ഓക്കെ. അപ്പോ പവൻ മാധവിന് സംശയമുള്ളവരുടെ ലിസ്റ്റിൽ ഈ നവീൻ മാധവില്ല. അതെ, പവൻ സാറിന്റെ ഭരണപരിഷ്കാരം വന്നതുകൊണ്ട് 2 ദിവസം എല്ലാവർക്കും നല്ല സുഖമായിരുന്നല്ലോ. എന്ത് സുഖം ജഗ്ഗു? അല്ല, വല്ല പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവിടെയല്ലേ പണിയിലായിരിക്കുന്നത്. സിസ്റ്റം ഫ്രീസ് ആക്കിന്ന് പറഞ്ഞ് പണിക്ക് ഒരു കുറവില്ലായിരുന്നു. അത് നേരെ അയൂബ് പറഞ്ഞത്. എലിസബത്ത് മാഡം വിചാരിച്ചാൽ നമുക്ക് പണിക്കാണോ പഞ്ഞ? നമ്മുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാ മതിയല്ലോ. മുമ്പ് നവീൻ സാറിന് ചാർജ് ഉണ്ടായിരുന്നപ്പോ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുമായിരുന്നു. പവൻ സാറിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു ഔദാര്യം പ്രതീക്ഷിക്കണ്ട. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആന്നേ. ഓ, എന്ത് സ്ട്രിക്റ്റ് ആണ് നാൻസി. ആദ്യം കുറെ ജാടേ മുടയൊക്കെ കാണിക്കും, പിന്നെ എല്ലാം പഴയപടി പോലെ തന്നെയാവും. അല്ലേലും പവൻ സാറിന്റെ ഒരു രീതി വെച്ച് പുള്ളിക്കാരൻ അധികം നാളൊന്നും ഇവിടെ ഇരിക്കില്ല. അത് ശരിയാ, സാറൊരു ഉലകം ചുറ്റും പാലിപ്പനാ. ഓഫീസിലെ ചാർജ് നവീൻ സാറിനെ ഏൽപ്പിച്ച് പവൻ സാർ സ്കൂട്ടാവും. എന്നൊന്നും ആരും മനപ്പായസം കുടിക്കണ്ട എന്റെ സാറന്മാരെ. ഇനി മുതൽ അങ്ങോട്ട് പവൻ സാറിന് തന്നെ ആയിരിക്കും ഓഫീസിന്റെ മുഴുവൻ ചാർജും. എന്തെങ്കിലും കാണിച്ച് ഒപ്പിച്ചു വെച്ചിട്ടേ അങ്ങനെ നൈസായിട്ട് രക്ഷപ്പെടാന്ന് ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും കിട്ടും, നിരത്തി പിടിച്ചുള്ള ഫയറിങ്. ദേഷ്യം വന്നാലേ ആളെ പിടിച്ചാ കിട്ടൂലെന്നാ നവമി മാഡം പറഞ്ഞിരിക്കുന്നത്. ആ നവമി മാഡത്തിന് പവൻ സാറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനപ്പാടാണല്ലോ. അതെ, കുട്ടി സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോണം കേട്ടോ. ചേച്ചിയുടെ കാര്യത്തിൽ ആദ്യമേ നറുക്ക് വീണു. ഇനി അനിയത്തിയും കൂടെ പവൻ സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ നിക്കല്ലേ. ഓ, ഒന്ന് നിർത്തണ്ട ജഗ്ഗു ചേട്ടാ. ഇങ്ങനെ അങ്ങ് പറഞ്ഞു പെരുപ്പിക്കാൻ മാത്രം ആള് ദൈവമൊന്നും അല്ലല്ലോ. പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഇപ്പൊ പറയും. പവൻ സാറിന്റെ മുമ്പിൽ ചെന്നാ ഇവിടെ പലരുടെയും മുട്ടുകൂട്ടി ഇടിക്കും. അല്ലേ നാൻസി? ദേ പറഞ്ഞാലും കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി തള്ളി തള്ളി പുള്ളി അങ്ങ് കൊമ്പത്ത് കയറ്റാതിരുന്നാ മതി. അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്താ ആരും നമ്മുടെ തലയെടുക്കാൻ വരില്ല. ഞാൻ വലിയ ആളാണെന്ന് കരുതി കണ്ണി കണ്ടവരെയൊക്കെ ഫയർ ചെയ്യും. ഒരു കാര്യമില്ലാതെ ആൾക്കാരെ പിരിച്ചു വിടുന്നതൊന്നും വലിയ കേമത്തരൊന്നും അല്ല. എല്ലാവരോടും സ്നേഹത്തോടും മാന്യതയോടും പെരുമാറണം. എന്നാലേ നമുക്കും അയാളെ ബഹുമാനിക്കാൻ തോന്നൂ. നമ്മൾ നമ്മുടെ ജോലിയിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ഒരാൾക്ക് നമ്മളെ കുറ്റം പറയാൻ അവകാശമില്ല. ഇനി അഥവാ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളും അതേ രീതിയിൽ തന്നെ തിരിച്ചു പറയണം. ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു എന്ന് കരുതി നമ്മളെ ആർക്കും ടോർച്ചർ ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിന്ന് കണ്ണു പിടിക്കാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ ജഗ്ഗു ചേട്ടാ. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ശരിയാണ്. യെസ്, അങ്ങനെ പറ. മാഡം, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താ നിർത്തിക്കളഞ്ഞത്? ബാക്കി പോരട്ടെ. എന്താ എല്ലാരും ഇങ്ങനെ വണ്ടടിച്ച് വെക്കുന്നേ? ബി കൂൾ. എന്നിട്ട് മാഡം പറയുന്നത് ശ്രദ്ധിക്കൂ. യു പ്ലീസ് ക്യാരി ഓൺ മാഡം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ എന്റെ ക്യാബിന് വരെ ഒന്ന് വരണം. വിരോധമില്ലല്ലോ? ഓ, തകർന്ന തരിപ്പണമായി. ഏത് നേരത്താണോ ഇവിടെ വന്നിരിക്കാൻ തോന്നിയത്? എട്ടിന്റെ പണിയല്ലോ ഈശ്വര. ഞാൻ ഇവിടുന്ന് പറ്റാവുന്ന രീതിയിലെ കണ്ണും കയ്യോ കാണിച്ചല്ലേ. അപ്പോഴെങ്കിലും തനിക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? പൊന്നുമോളെ, ഞങ്ങളൊന്നും കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല. വെറുതെ ഞങ്ങളുടെ പേരും കൂടി വലിച്ചെടുക്കല്ലേ. ചേച്ചിയുടെ കാര്യം പോലെ തന്നെ അനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്രേ? മിസ് ദയാ സിദ്ധാർത്ഥിനോടാണ് ചോദ്യം. 2 weeks. ഇതിനു മുമ്പ് എവിടെയാ വർക്ക് ചെയ്തിരുന്നത്? എങ്ങും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഈ യൂണിയൻ പ്രവർത്തനമൊക്കെ എവിടെ നിന്ന് പഠിച്ചു? അല്ല,
ഈ തൊഴിലാളികളെ മാനേജ്മെന്റിനെതിരെ സംഘടിപ്പിക്കുന്ന കലാപരിപാടി എവിടുന്ന് പഠിച്ചു എന്ന്? ഞാൻ അങ്ങനൊന്നും പിന്നെ ചെയ്തിട്ടില്ല ഞാൻ സർ. കേട്ടതോ? കമോൺ, ആൻസർ മീ. സർ, ഞാൻ ആരെയും യൂണിയൻ പ്രവർത്തനം പഠിപ്പിച്ചിട്ടുമില്ല. എനിക്കത് എന്താണെന്ന് അറിയില്ല. സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നും എല്ലാവരെയും ആവശ്യമില്ലാതെ ഫയർ ചെയ്യുമെന്നും കേട്ടപ്പോ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്ത ആരും നമ്മളെ അനാവശ്യമായിട്ട് വഴക്ക് പറയില്ല എന്നും അഥവാ അങ്ങനെ പറഞ്ഞാ അത് വകവെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ ആർക്കും ആവശ്യമില്ലാതെ നമ്മളെ വഴക്ക് പറയാനുള്ള അധികാരം ഇല്ല എന്നും ഞാൻ അവരോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നുമില്ല സർ. യെസ്, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. തികച്ചും ന്യായമാണ് താൻ പറഞ്ഞത്. ദയവിടെ HR ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ? അതെ സർ. ഗുഡ്. ഞാൻ തനിക്കൊരു പ്രൊമോഷൻ തരാൻ ഉദ്ദേശിക്കുന്നു. നാളെ മുതൽ മാനേജിംഗ് ഡയറക്ടർ നവീൻ മാധവിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി തന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ തനിക്ക്? നോ സർ, നത്തിങ്. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ചില ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളുടെയും ലാപ്ടോപ്പ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, തന്റേത് ഒഴിച്ച്. അതുകൊണ്ട് മറ്റൊരാൾക്കും തന്റെ ഡിവൈസും പാസ്വേഡും ഷെയർ ചെയ്യാതിരിക്കുക. യു ഗെറ്റ് മീ? യെസ് സർ. ഓക്കെ ദെൻ. അപ്പൊ പറഞ്ഞ പോലെ സ്വന്തം ജോലിയിൽ താൻ പെർഫെക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഷുവർ സർ. ഓക്കെ, വെക്കോളൂ. എനിത്തിങ് എൽസ്? വേറെന്തെങ്കിലും പറയാനുണ്ടോന്ന്? ഇല്ല സർ. Then you may go. ഓക്കെ സർ. എന്താ ദയ? താങ്ക് യു സർ. നീ എന്താ ഒന്നും കഴിക്കാത്തെ? എന്തോ ഒച്ച എനക്കുള്ള വീടായിരുന്നു ഇത്. ആർക്കും തമ്മി തമ്മി മിണ്ടാട്ടം പോലും ഇല്ലാതായി. അല്ല, എനിക്ക് മനസ്സിലാവാത്തതേ, അതിനുവേണ്ടി എന്ത് മഹാകാര്യോടെ സംഭവിച്ചത്? എന്ത് പറ്റി മോളെ? ഇപ്പോഴും ഓഫീസിലെ കാര്യം ആലോചിച്ചിരിക്കാനേ? പോട്ടെ, 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവിരിക്കും. ഇനിയിപ്പോ ആ ജോലി പോയാലും അതിന് മാത്രം വിഷമിക്കാനൊന്നുമില്ല. എന്നെ പോലെ കഴിവും ഇടുക്കുള്ള ഒരാൾക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാതിരിക്കില്ല. ചേച്ചിക്ക് ജോലി നഷ്ടപ്പെടുകയൊന്നുമില്ല. ഇന്നും കൂടി നവീൻ സാറ് അക്കാര്യം എന്നോട് ഇങ്ങോട്ട് സൂചിപ്പിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ല ചേച്ചി, സത്യമായിട്ട് നവീൻ സാർ എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുക. പവൻ സാറിനോട് റെക്കമെൻഡ് ചെയ്ത് ചേച്ചി ഉടനെ തിരിച്ചു വിളിക്കുമെന്ന്. ഓ, എനിക്ക് വേണ്ടി ആരും ആരോട് ശുപാർശ ഒന്നും ചെയ്യണ്ട. ഞാൻ മനസ്സറിഞ്ഞ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കമ്പനിയെ ചതിച്ച് ഞാനൊന്നും നേടിയിട്ടുമില്ല. അതവിടെ എല്ലാവർക്കും അറിയാം. ആ പവൻ സാർ എല്ലാ കുഴപ്പത്തിനും കാരണം. എനിക്ക് അയാളെ കാണുന്നതേ ദേഷ്യം. അതേസമയം ആ നവീൻ സാർ എന്ത് പാവാ, എത്ര മാന്യായിട്ടാ സാർ എല്ലാരോടും ഇടപെടുന്നത്. പവൻ സാറിന് പകരം ആ നവീൻ സാറിനെ ചെയർമാൻ ആക്കിയിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഒക്കെ ഇവളുടെ കഷ്ടകാല, അല്ലാതെ എന്ത് പറയാനാ. ആ, നാളെ മുതല് നവീൻ സാറിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാനാ എന്നോട് പറഞ്ഞിരിക്കുന്നെ. ആര് പറഞ്ഞു? നവീൻ സാറോ? അല്ല, പവൻ സാറ് ഇന്ന് എന്നെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് പറഞ്ഞതാ.
അയാൾ ആ കമ്പനി കുളം തോണ്ടും. അല്ലെങ്കിൽ നിന്നെ പോലെ ഒന്നും അറിയാത്ത ഒരുത്തിയെ ആ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യോ? പഠിക്കട്ടെ, എല്ലാവരും ശരിക്കും അനുഭവിക്കട്ടെ. എന്നാലേ ഈ ക്ഷമയുടെ വില എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ആ അമ്പിളിയമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാ. അവര് മാത്രമല്ല, എല്ലാരും അറിഞ്ഞിരിക്കുക. ആ സഞ്ജു വിളിച്ചപ്പോഴും ചോദിച്ചു ഓഫീസിൽ എന്താ പ്രശ്നമെന്ന്. അവരെങ്ങനെ അറിഞ്ഞു? ഇവള് തന്നെ എല്ലാരോടും കൊട്ടിഘോഷിച്ചിട്ടുണ്ടാവും. എന്നെ നാണം കെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും ഇവള് കളയില്ലല്ലോ. ദൈവദോഷം പറയല്ലേ ചേച്ചി, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ കാര്യം ഞാൻ ആകെ ഷെയർ ചെയ്തത് സലോമിയായിട്ട് മാത്രമാ. ആഹാ, മതിയല്ലോ. അവളാവുമ്പോ 1നെ 9 ആക്കി എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചിട്ടുണ്ടാവും. ഇല്ല, സലോമി അങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. എന്നാ അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. ആ അമ്പിളിയമ്മയും ആ മുകുന്ദനുണ്ണിയൊക്കെ ആയിട്ട് അവള് നല്ല ടേംസിലാ. അവരോട് പറഞ്ഞതും അവള് തന്നെ ആയിരിക്കും. അത് ശരിയായിരിക്കും. എണേ കാര്യം നിന്റെ കൂട്ടുകാരിയൊക്കെയാ, പക്ഷെ എല്ലാം അവളോട് വിസ്തരിക്കാൻ നിൽക്കണ്ട. സലോമി പാവമാണമ്മേ. പാവമൊക്കെ ആയിരിക്കും, എന്നാലും നമ്മുടെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. എന്റെ ഫോണാ. കഴിച്ചിട്ട് പോയി നോക്കൂടെ? മതി. ഹലോ ബഷീറെ, പറയടോ. ഞാൻ കുറെ നേരമായി തന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വല്ല പാർട്ടിയും വന്നോ ബഷീറെ? 1-2 പേരോട് ഞാൻ സൂചിപ്പിച്ചു പോയി. അവരങ്ങോട്ട് അടുക്കുന്നില്ല. റിയൽ എസ്റ്റേറ്റ് പൊതുവെ ഡള്ളാണ് പോയി, പ്രത്യേകിച്ച് ഷോപ്പിന്റെ കാര്യം. മുക്കിന് കൂണുപോലെ മാളുകൾ വരികയല്ലേ. ഇത്തിരി കാശറിഞ്ഞാൽ 10-15 കൊല്ലം സ്വന്തം വക പോലെ നോക്കി നടത്താമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ബഷീറെ? ആ, പിന്നെ ഒരു പാർട്ടിയുണ്ട്, പക്ഷേ നിങ്ങൾ പറഞ്ഞ വിലയുമായി ശരിയായി പോവില്ല. അതാ ഞാൻ ബായിയോട് പറയാത്തത്. ആരാ പാർട്ടി? വില അല്പം കുറഞ്ഞാലും. അല്പമല്ല, നല്ല കുറവാ. എന്നുവെച്ചാ നിങ്ങൾ ചോദിച്ചതിനേക്കാളും ഒരു 19 ലക്ഷം കുറയും. എന്താ നോക്കുന്നോ? ഓ, അത് വല്ലാതെ കുറഞ്ഞു പോയാലോ ബഷീറെ. ആരാ പാർട്ടി? ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? ഒന്നല്ല, 100 വട്ടം സംസാരിച്ചാലും അവരടുക്കില്ല പോയി. അതാ ഐറ്റം. ആളെ നിങ്ങൾ അറിയും, നമ്മുടെ അമ്പിളിയമ്മ. അമ്പിളിയമ്മ? അവർക്ക് ആ പ്രോപ്പർട്ടിയുടെ വിലയെ കുറിച്ച് നല്ല ധാരണയുള്ളതാണല്ലോ. പിന്നെന്താ അവർ ഇത്രയും താഴ്ത്തി പറഞ്ഞേ? ആ തള്ള ആരാ മുതലെന്നാ നിങ്ങളുടെ വിചാരം? പിടിച്ച പിടി ജന്മത്ത് വിടത്തില്ല അവര്. പറഞ്ഞതിനേക്കാൾ ഒരു ചില്ലി കാശ് കൂടുതൽ തരില്ലെന്ന് അവർ കട്ടായം പറഞ്ഞിരിക്കുക. നിങ്ങൾ അത്യാവശ്യക്കാരനാണെന്ന് അവർക്കറിയാം, അതാ ഇത്ര ഇറക്കിയത്. എന്താ ആ കച്ചവടം ആലോചിക്കുന്നോ? അതിപ്പോ വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ ബഷീറെ, എന്നിട്ട് വിളിക്കാം. ശരി. എന്തു പറ്റി അച്ഛന്? എനിക്കോ? ഹേയ്, ഒന്നുമില്ല. എന്തോ ഉണ്ട്. അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാലോ. എന്താ കാര്യം? എന്നോട് പറ. ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വെറുതെ തോന്നുന്ന. ആരാ വിളിച്ചത്? അത് അച്ഛൻ്റെ അടുത്ത് ചങ്ങാതിയാ. അയാള് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ. ഗുഡ് മോർണിംഗ് സർ. ആ, മോർണിംഗ്. താനെന്താ ഇവിടെ? പവൻ സാറ് പറഞ്ഞു ഇന്നു മുതൽ സാറിനെ അസിസ്റ്റ് ചെയ്യണമെന്ന്. ഓ, അത് ശരി. ചേട്ടായി ഇത്ര പെട്ടെന്ന് പ്രവർത്തിക്ക് വയ്ക്കോ? വെരി ഗുഡ്. യുനോ, ദയെ പോലെ മിടുക്കിയ ഒരു ട്രെയിനിയെ അസിസ്റ്റന്റായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാൻ ചേട്ടായിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ദയക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഗുഡ്.
വർക്ക് സമയത്ത് ഞാൻ അല്പം സ്ട്രിക്റ്റ് ആയിരിക്കും. അറിയോ? ഓക്കെ? യെസ് സർ, ഞാൻ എല്ലാം ശ്രദ്ധയോടെ ചെയ്യാം സർ. വളരെ പെട്ടെന്ന് തന്നെ ദയക്ക് ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദയയുടെ ചേച്ചി എന്റെ ടീമില് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്റ്റാഫായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് ക്ഷമയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നു. സത്യത്തില് അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാനാണ്. അത് പരിഹരിക്കാനാണ് ക്ഷമയ്ക്ക് പകരം ദയെ ഞാൻ എന്റെ അസിസ്റ്റന്റായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ചേച്ചിക്ക് പകരമാകാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല സർ. എങ്കിലും ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം. ഓഫ് കോഴ്സ്, ദയ ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചാൽ അതിന് സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, എനിക്ക് മിസ് ദയോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്ലീസ് ടേക്ക് യു സീറ്റ്. വേണ്ട സർ, ഞാൻ ഇവിടെ നിന്നോളാം. നോ ഫോർമാലിറ്റീസ് പ്ലീസ്. ദയോട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ആൻഡ് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ടു. സത്യത്തില് ദയെ പോലൊരു ബിഗിനറിനോട് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്തതാ. പക്ഷെ ഞാൻ അത് ചെയ്യുന്നത് എനിക്ക് ദയയിൽ അത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ട്. ക്ഷമയെ പോലെ തന്നെ ദയയും വെറും ഒരു എംപ്ലോയി ആയിട്ടല്ല ഞാൻ കാണുന്നത്. മറ്റാരേക്കാളും ഇപ്പൊ ദയ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്. യു ഗെറ്റ് മീ? യെസ് സർ, സാറിന് എന്നെ വിശ്വസിക്കാം. എന്റെ ചേട്ടനാണ് ഇപ്പൊ കമ്പനിയുടെ മേൽനോട്ടം വഹിക്കുന്നതെന്ന് ദയക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അറിയാം സർ. എന്റെ ബ്രദർ ആയതുകൊണ്ട് പറയല്ലോ കേട്ടോ. ഹീസ് വെരി ക്ലവർ ആൻഡ് ഇന്റലിജന്റ്. പവന്റെ ലീഡർഷിപ്പിൽ നമ്മുടെ കമ്പനി കൂടുതൽ ഹൈറ്റ്സിൽ എത്തുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ അശോക് മാധവ് സാറ് പവൻ സാറിനെ കമ്പനിയുടെ ചെയർമാൻ ആക്കിയത്. യെസ് യെസ്, പപ്പാജിയുടേത് നല്ല തീരുമാനം തന്നെയാണ്. പക്ഷേ ആ തീരുമാനം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോകുന്നത് ദയെ പോലുള്ള ഇവിടുത്തെ എംപ്ലോയീസിനെയാണ്. യുനോ, പവൻ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. കഴിവും സാമർഥ്യവും ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലും ചേട്ടായിക്ക് ബിസിനസ് കാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമില്ല. ഇപ്പൊ തന്നെ ഈ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് എന്റെയും പപ്പാജിയുടെ നിർബന്ധം കൊണ്ടാ. അതെന്താ സർ അങ്ങനെ? അതങ്ങനെ കുട്ടിക്കാലം മുതൽ ഒരു കാര്യത്തിലും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ആരോട് ഒരു കമ്മിറ്റ്മെന്റോ സെന്റിമെന്റ്സോ അങ്ങനെയൊന്നുമില്ല. ഇന്നലെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തു. പവൻ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാനുകൾ വെച്ച് നോക്കുമ്പോൾ 1 വർഷത്തിനുള്ളിൽ കമ്പനി കൂടുതൽ ലാഭം ഉണ്ടാക്കും. മാനേജ്മെന്റിന് അത് വലിയ നേട്ടം ഉണ്ടാക്കും. പക്ഷെ നിങ്ങളെപ്പോലുള്ള ജീവനക്കാർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഗുണമില്ല എന്ന് മാത്രമല്ല, വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു പക്ഷെ അവരുടെ ജോലി നഷ്ടമായെന്നും വരാം. അയ്യോ, അതെന്താ സർ അങ്ങനെ? കമ്പനി കൂടുതൽ ലാഭത്തിലാക്കി മറ്റൊരു ഇന്റർനാഷണൽ കമ്പനിക്ക് മറിച്ച് വിൽക്കാനാ പവൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ മറ്റൊരു കമ്പനി ഡ്രീംസിനെ ഏറ്റെടുത്താൽ ഇവിടുത്തെ സ്റ്റാഫിനെ അവർ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയ്യോ സർ, അത് കഷ്ടമല്ലേ? വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവാന്ന് പറയുമ്പോ കഷ്ടമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്ത് അവരെ ഒഴിവാക്കിയാണ് മാനേജ്മെന്റ് സാധാരണയായി ചെയ്യുന്നത്. ഞാനും മാനേജ്മെന്റിന്റെ പക്ഷത്തു നിന്നാണ് സ്വാഭാവികമായും ചിന്തിക്കേണ്ടത്. പക്ഷേ ദയ പറഞ്ഞ പോലെ വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫുകളുടെ കാര്യം ഓർക്കുമ്പോ യുനോ, നിങ്ങളൊന്നും എനിക്ക് വെറും സ്റ്റാഫുകൾ മാത്രമല്ല, എന്റെ കുടുംബാംഗങ്ങൾ പോലെയാ. അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ദയ. മനസ്സിൽ നന്മയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ സർ. സാറ് വിചാരിച്ചാൽ പവൻ സാറിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ലേ? നേരായ വഴി പറഞ്ഞ ചേട്ടൻ അതിനൊന്നും തയ്യാറാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അല്പം വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നീക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ദയയുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ദയ എന്ത് പറയുന്നു? എന്റെ ഒപ്പം ഉണ്ടാവില്ലതാ? ഈ കമ്പനിക്കും ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഗുണമുണ്ടാവുന്ന എന്ത് കാര്യത്തിനും ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സാറിന് ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാം. ഗുഡ്. ദയയുടെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെ ആവുമെന്ന് എനിക്കറിയായിരുന്നു. തൽക്കാലം നമ്മുടെ ഈ നീക്കങ്ങളൊന്നും മറ്റാരും അറിയാൻ പാടില്ല. ഞാൻ പൊക്കോട്ടെ സർ.
ഇതുവരെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാ. ഇനി പറയാൻ പോകുന്നത് ദയയുടെ ചില പേഴ്സണൽ കാര്യങ്ങളാണ്. ഇന്നലെ ദയ അന്വേഷിച്ച് ഇവിടെ ഒരാള് വന്നിരുന്നു അല്ലേ? ഒരു മണി ലെൻഡർ, ശരിയല്ലേ? എന്താ അയാളുടെ പേര്? ലോനച്ചൻ. സോറി സർ, അയാൾ ഇവിടെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതെ, അയാൾ ഇനി ഇവിടെ വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്.